എല്ലാവർക്കും ഷാനംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 10 ടെക്നിക്സ് കവർ ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റ് വൺ ആയിട്ടുള്ള ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എൻ്റെ നോട്ട് പാഡ് എന്ത് ചെയ്യും? Just wait 1 second. ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങിനെ നമുക്ക് UAT എന്ന് കൂടി പറയാം. എന്ന് വെച്ചാൽ യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. ഇത് ക്ലയൻറ്റ് സൈഡ് ടെസ്റ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റേഴ്സ് അല്ല അത് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ ക്ലയൻ്റ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അവരുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ, ഫങ്ഷണാലിറ്റി സൈഡ് ഓക്കെ ആണോ, സോഫ്റ്റ്വെയർ യൂസർ ഫ്രണ്ട്ലി ആണോ, അതെന്താണ് അവർ കൊടുത്തിട്ടുള്ള ടൈം പീരീഡിൽ തന്നെയാണോ കംപ്ലീറ്റ് ചെയ്ത് നോക്കുന്നത്, അതിൻ്റെ സെക്യൂരിറ്റി സൈഡ് എങ്ങനെയാണ്, ഡിസൈൻ എങ്ങനെയാണ്, നല്ലതാണോ, അട്രാക്റ്റീവ് ആണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ക്ലയൻറ്റ് ടെസ്റ്റ് ചെയ്യണതാണ് ഏത് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ UAT. ഓക്കെ, ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് തന്നെ 3 ടൈപ്പ് വരുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ ഓപ്പറേഷണൽ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. ഞാൻ AT ചുരുക്കി എഴുതണുള്ളൂ കേട്ടോ. ഇതിൽ നമുക്ക് പ്രൊഡക്ഷൻ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് കൂടി പറയാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യണതെന്ന് വെച്ചാൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ, സെക്യൂരിറ്റി, ഞാൻ ഓരോ പോയിന്റ്സ് എഴുതാം. റിക്വയർമെൻറ്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ, പിന്നെന്താണ് സെക്യൂരിറ്റി ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, പിന്നെന്താണ് ബാക്കപ്പ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ, റീസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, പിന്നെ ഡിസാസ്റ്റർ റിക്കവറി, എന്തെങ്കിലും ക്രാഷ് ആവാണെങ്കിൽ നമുക്കത് റിക്കവറി ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നുണ്ടോ, അങ്ങനെ ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏതിൽ ഓപ്പറേഷണൽ ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതിനെ പ്രൊഡക്ഷൻ ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങിനും കൂടി നമ്മൾ എന്താക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് കോൺട്രാക്ട് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലയൻറ്റ് ഒരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആർക്ക്? ഈ കമ്പനിക്ക് ഒരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്ത് തരാനായിട്ട്. ആ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്ത് തരുന്നുണ്ടോ, അവരുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണതാണ് ഇതിൽ കോൺട്രാക്ട് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓപ്പറേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഓപ്പറേഷണൽ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗിലും. പിന്നെ ടൈം പീരീഡിൽ അവരെ ബിൽഡ് ചെയ്ത് തരുന്നുണ്ടോ, റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ ചെക്ക് ചെയ്യണതാണ് ഇതിൽ കോൺട്രാക്ട് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗിൽ. പിന്നെ അടുത്തതാണ് കംപ്ലയിൻസ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. ഇതിനെ നമ്മൾ റെഗുലേഷൻ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് കൂടി പറയും. ഇപ്പം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ചൊരു വലിയ സൈറ്റ് ഏതാ, ഓക്കെ, ഒരു SBI ബാങ്കിൻ്റെ ഒരു സൈറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അതുകൊണ്ട് അവിടുത്തെ മാനേജർ വന്നിട്ട് ഒരു IT കമ്പനീനെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ ഒരു സൈറ്റ് ഡെവലപ്പ് ചെയ്യണം എന്നിട്ട് IT കമ്പനീനെ അപ്രോച്ച് ചെയ്തു. നമുക്ക് നേരിട്ട് അവരുടെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ ഹയർ അതോറിറ്റീസിൻ്റെയൊക്കെ പെർമിഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഈ മാനേജറിനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയിക്ക് നേരിട്ട് വന്നിട്ട് ഒരു സൈറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് തന്നാൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള സൈറ്റാണ് അല്ലേ. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സൈറ്റാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ SBI ബാങ്കിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഹയർ അതോറിറ്റീസിൻ്റെ പെർമിഷൻ എന്തായാലും കിട്ടിയിരിക്കണം. അപ്പോൾ ഈ മാനേജർ എന്ത് ചെയ്യും? മാനേജർ ഈ IT കമ്പനിയുടെ സ്പെല്ലിംഗ് മാറിപ്പോയി കുഴപ്പമില്ല, ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താക്കും, ഹയർ അതോറിറ്റീസിന് കൊണ്ടുകൊടുക്കും. അത് വെരിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിലൊക്കെ നമുക്കത് ആ വർക്ക് കിട്ടുള്ളൂ, ആ ബാങ്കിൻ്റെ വർക്ക് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരുപാട് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ബാങ്കിൻ്റെ സൈറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒഫീഷ്യൽ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ഒഫീഷ്യൽ സൈറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ടെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോളൊക്കെ ഉണ്ടായിരിക്കും, ഒരു പേജ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ത്രൂ ഒക്കെ ആയിരിക്കും എന്താക്കുന്നുണ്ടാവുക, നമ്മളിങ്ങനെ വർക്കൊക്കെ പിടിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോംപ്ലയൻസ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതിന് കുറച്ചധികം പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെന്താണ്, ഇപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ ആയിരിക്കും അതിൽ നടത്തുന്നുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ഓതറൈസേഷൻ ഒക്കെ വേണം, ഹയർ അതോറിറ്റീസിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം.
അപ്പൊ അങ്ങനെ വരുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് നമ്മുടെ റിപ്പോർട്ടും നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ത് കോംപ്ലയൻസസ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെ ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓപ്പറേഷൻ. ഈ ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങിന്റെ പല പല ടൈപ്സ് ആണ് ഇത് കൊടുത്തു നോക്കുന്നത്. ഓക്കെ. പക്ഷെ ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങിന്റെ രണ്ടായിട്ട് മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, അയ്യോ എടപ്പോയി. ഓക്കെ, ഇത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിരുന്നു. ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ആൽഫ ടെസ്റ്റിംഗ് ആൻഡ് ബീറ്റ ടെസ്റ്റിംഗ്, രണ്ട് ടൈപ്പാണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗിൽ വരുന്നത്. ആൽഫ ടെസ്റ്റിംഗ് ആൻഡ് ബീറ്റ ടെസ്റ്റിംഗ്. ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി നമ്മളത് പ്ലേ സ്റ്റോറിൽ കൊണ്ടുവിടും അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കൊണ്ടുവിടും അല്ലേ? അതിന് മുൻപ് നമ്മൾ പബ്ലിക്കിലോട്ട് റിലീസ് ചെയ്യണതിന് മുൻപ്, ബിഫോർ റിലീസിങ് ടു പബ്ലിക്കിന് റിലീസ് ചെയ്യുന്നതിന് മുന്നേ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഓക്കെ, ഒരു ഫൈനൽ ടെസ്റ്റിംഗ് അവിടെ ചെയ്യുന്നുണ്ടായിരിക്കും. പബ്ലിക്കിലോട്ട് റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഒരു ഫൈനൽ ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും ക്ലയന്റ്. അതാണ് എന്ത് ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ആപ്ലിക്കേഷൻ പബ്ലിക്കിലോട്ട് റിലീസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇത് ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ബീറ്റ ടെസ്റ്റിംഗ് എന്താണ്? നിങ്ങൾ എല്ലാവരും ബീറ്റ എന്ന് പറഞ്ഞൊരു വേർഡ് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ പ്ലേ സ്റ്റോറിൽ എടുത്ത് നോക്കുമ്പോൾ ബീറ്റ എന്ന് പറഞ്ഞിട്ട് ബീറ്റ വേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വാട്സാപ്പിലൊക്കെ ബീറ്റ വേർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് നമുക്കൊരു ഫീൽഡ് ടെസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ശരിക്ക് ഉള്ള റിലീസ്, ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ റിലീസ് ചെയ്യണത് മാർച്ച് 25-നാണെന്ന് വെക്കുക. അന്നാണ് ശരിക്കുള്ള പ്രോഡക്റ്റിന്റെ റിലീസ് ഡേറ്റ് നമ്മൾ വെച്ച് നോക്കണത്. പക്ഷെ അതിനൊരു 10 അല്ലെങ്കിൽ ഒരു 20 ദിവസം മുന്നേ നമ്മളൊരു ഡെമോ ആയിട്ട് എന്താക്കും, ഒരു പ്രീ റിലീസ് പോലെ ഒരു വേർഷൻ നമ്മൾ ഇറക്കും. അതാണ് ബീറ്റ എന്ന് പറയുന്നത്, ബീറ്റ വേർഷൻ. ക്ലിയർ ആയോ? ഒരോട്ടോടെയും പറയാം. നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഒരു 10-20 ദിവസം മുന്നേ നമ്മൾ എന്താക്കും, ഒരു പ്രീ റിലീസ് പോലെ ഒരു ബീറ്റ വേർഷൻ ഇറക്കും. അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് യൂസേഴ്സിന് അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഒരു വാട്സപ്പ് ഒരു പ്രീ റിലീസ് ബീറ്റ വേർഷൻ ഇറക്കി, നമ്മളത് യൂസ് ചെയ്ത് നോക്കണം. നമുക്കതിൽ എന്തെങ്കിലും നമുക്ക് പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് റിവ്യൂ ചെയ്യും ഇല്ലേ? യൂസർ പെർസ്പെക്റ്റീവിൽ നമുക്ക് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? യൂസർ പെർസ്പെക്റ്റീവ് എന്താണ്, ആ ഒരു ആപ്പ് അവർക്ക് ഓക്കെ ആണോ, അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ എന്നൊക്കെയുള്ളത് അറിയാനായിട്ട് അവർക്ക് പറ്റും. അതാണ് ഈ ബീറ്റ വേർഷൻ. അങ്ങനെ യൂസർ പെർസ്പെക്റ്റീവിൽ നമ്മൾ യൂസേഴ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് റിവ്യൂ ചെയ്ത് അവർക്കൊരു ഫീഡ്ബാക്ക് ഒക്കെ കിട്ടും. അതാണ് എന്ത് ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ക്ലിയർ ആയോ? ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പബ്ലിക്കിലോട്ട് റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഫൈനലായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതാണ് ആൽഫ ടെസ്റ്റിംഗ്. ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഡക്റ്റ് പബ്ലിക്കിലോട്ട് റിലീസ് ചെയ്യുന്നതിന് മുൻപ് നമ്മളൊരു ബീറ്റ വേർഷൻ, എന്താണ് വേർഷൻ്റെ സ്പെല്ലിംഗ് മാറിപ്പോയി, ബീറ്റ വേർഷൻ റിലീസ് ചെയ്യും. ഓക്കെ, നമ്മൾ പ്ലേ സ്റ്റോറിൽ ശ്രദ്ധിച്ചാൽ മതി, ചില ആപ്സിന് ബീറ്റ വേർഷൻസ് ഉണ്ടായിരിക്കും. ബീറ്റ വേർഷൻ റിലീസ് ചെയ്യുമ്പോൾ എന്താണ്, അതിൽ നമുക്ക് എന്തെങ്കിലും ബഗ്സ് ഉണ്ടോ, ഡിഫക്ട്സ് ഉണ്ടോ, യൂസറിന് ഓക്കെ ആണോ, യൂസറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും യൂസേഴ്സിന് എന്തെങ്കിലും ഇഷ്യൂസോ ഫ്ലോസ് ഒക്കെ വരുന്നുണ്ടോ, അങ്ങനെ യൂസേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസ് അവരിങ്ങനെ പ്ലേ സ്റ്റോറിൽ റിവ്യൂസ് ഒക്കെ ഇടും അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ അവരിങ്ങനെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലൊക്കെ റിവ്യൂസ് ഇടും. അപ്പോൾ ആ റിവ്യൂ ത്രൂ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇല്ലേ? ആ ഒരു കൺസെപ്റ്റാണ് എന്ത് ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഞാനിതൊന്നും കൂടെ വലുതാക്കിയിട്ട് കാണിച്ചു തരാം. ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ക്ലയൻറ്റ് സൈഡ് ടെസ്റ്റിംഗ് ആണ്, ഒരു യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് കൂടി പറയും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ അതാണ് അഗെയിൻ ആൻഡ് അഗെയിൻ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഇട്ട് തന്നെ ചെയ്യണത്. ഓക്കെ, ക്ലയൻറ്റ് സൈഡ് ടെസ്റ്റിംഗ് ആണ്. ക്ലയൻറ്റ്സ് ഇങ്ങനെ ചെക്ക് ചെയ്യണം, അവരുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ബഗ്സ് ഉണ്ടോ, ഇഷ്യൂസ് ഉണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യണതാണ് ഇത് യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്, UAT. അതിൽ തന്നെ ഫസ്റ്റ് ഒരു ടൈപ്പാണ് എന്ത് ഓപ്പറേഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഓപ്പറേഷണൽ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്, അതിനെ നമുക്ക് പ്രൊഡക്ഷൻ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് കൂടി പറയാം.
അതിലെന്താണ് ക്ലയൻസ് ചെക്ക് ചെയ്യുന്നത്? റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടോ, ബാക്കപ്പ് ഉണ്ടോ, റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, റിക്കവറി ചെയ്യാൻ പറ്റുന്നുണ്ടോ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒക്കെ ചെക്ക് ചെയ്യണതാണ് ഇതിൽ ഓപ്പറേഷണൽ ആസെപ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ കോൺട്രാക്ട് ആസെപ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ക്ലയന്റ് തന്നിട്ടുള്ള ടൈം പീരീഡിൽ തന്നെ അവരെ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നുണ്ടോ, റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യുന്നതാണ് കോൺട്രാക്ട്. അവർ കോൺട്രാക്ട് വെച്ചിട്ടുണ്ടോ, ഇപ്പോൾ ഒരു 3 മന്ത് ആണെങ്കിൽ 3 മന്ത് കോൺട്രാക്ട് ഉണ്ട്, അതിനുള്ളിൽ അവർ ഡെലിവറി ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ചെക്ക് ചെയ്യണത്. ഓക്കെ. കംപ്ലൈൻസസ് കംപ്ലൈൻസസ് ആസെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ അതിനെ റെഗുലേഷൻ ആസെപ്റ്റ് ടെസ്റ്റിംഗ് എന്ന് കൂടി പറയാം. ഇപ്പോൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഹയർ അതോറിറ്റീസിലേക്ക് പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ ഉള്ള പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഹയർ അതോറിറ്റീസിന്റെ പെർമിഷൻ വേണം. മാത്രമല്ല അവർക്ക് ഈ IT കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് കിട്ടേണ്ടി വരും. ഓക്കെ. അങ്ങനെ ഒരുപാട് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാര്യമാണ് ഇത് കോംപ്ലയൻസസ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവർ ആ പേപ്പർ വർക്ക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള പേപ്പർ വർക്ക്സ് ആണ്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ആ വർക്ക് ആ കമ്പനിക്ക് കിട്ടുള്ളൂ. ഓക്കെ. പിന്നെ രണ്ട് ടൈപ്സ് ടെസ്റ്റിംഗ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗിൽ വരുന്നതാണ് ആൽഫ ടെസ്റ്റിംഗ് ആൻഡ് ബീറ്റ ടെസ്റ്റിംഗ്. ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ പ്രോഡക്റ്റ് പബ്ലിക്കിലോട്ട് ഇറക്കുന്നതിന് മുൻപ് നമ്മൾ ഫൈനൽ ആയിട്ട് ഒരു ടെസ്റ്റിംഗ് ചെയ്യും, അതാണ് ആൽഫ ടെസ്റ്റിംഗ്. ആൻഡ് ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, സെയിം ഇതുപോലെ തന്നെ പ്രോഡക്റ്റ് പബ്ലിക്കിലോട്ട് ഇറക്കുന്നതിന് മുൻപ് നമ്മൾ പ്രീ റിലീസ് ആയിട്ട് ഒരു ബീറ്റ വേർഷൻ ഇറക്കും. അപ്പോൾ യൂസർ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് അവരുടെ റിവ്യൂസും ഫീഡ്ബാക്ക് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, പ്രോപ്പറായിട്ട് അതിന് ചേഞ്ചസ് വരുത്തി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ ചെയ്യേണ്ടതെന്നൊക്കെ, ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. യൂസർ പെർസ്പെക്റ്റീവിൽ അവർ ടെസ്റ്റ് ചെയ്ത് അവർ ഫീഡ്ബാക്ക് തരുമല്ലോ. നമുക്കിപ്പോൾ വാട്സപ്പ് ക്രാഷ് ആയി പോകുന്നു, നമ്മളത് റിവ്യൂ ഇടും, പൊട്ടയാണ് വാട്സപ്പ് ക്രാഷ് ആവുന്നു അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ റിവ്യൂ ഇടും. അതാണ് എന്ത് ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആൻഡ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്